നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ അച്ഛന് ശേഷം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കോൺവെർസേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ട് ഓൾമോസ്റ്റ് 2 മാസമായി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് വെക്കേഷൻ ആയിരുന്നു. വെക്കേഷൻ സമയത്ത് മിൽക്കുട്ടിക്ക് 1-2 പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സ്വിമ്മിങ് ക്ലാസ് ഉണ്ടായിരുന്നു. സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡെയിലി പോവായിരുന്നു. അങ്ങനെ പിന്നെ അമ്മമ്മ വീട്ടിൽ ഞാൻ കുറെ ആ സമയത്ത് അമ്മയുടെ വീട്ടിൽ കുറച്ച് എന്റെ മേമയൊക്കെ വന്നോണ്ട് അവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് മിൽക്കുട്ടിയും അനിയൻ മീക്കുട്ടനും രണ്ടുപേരും സ്വിമ്മിങ് ഒക്കെ നന്നായിട്ട് പഠിച്ചു. വീഡിയോ എന്തായാലും വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ ദിവസം പോയി. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഭയങ്കര മഴയോട് മഴ. നമുക്ക് ആകെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് സൺഡേസിലാണ് കേട്ടോ. ഈ സൺഡേസിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഭയങ്കര സൗണ്ടാണ്. നമുക്ക് മൈക്കിനകത്ത് നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല, മഴ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ ഒരു സ്വിമ്മിങ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ഏതാണ്ട് ഇപ്പോ പൂളിൽ നീന്താനായി, പുഴയിൽ നീന്താനായിട്ടില്ല. പുഴയിൽ നീന്താനായി, പക്ഷെ ഇനി പുഴയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഒരു കാര്യം ഞാനിപ്പോൾ സൂചിപ്പിക്കാം കേട്ടോ. വീഡിയോ തുടക്കത്തിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് സ്കില്ലുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സമയമൊക്കെ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യണം. അതിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് സ്വിമ്മിങ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്വിമ്മിങ്, അതുപോലെ സൈക്ലിങ് അല്ലേ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിർബന്ധമായിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഡ്രൈവിങ്, ഇങ്ങനെയുള്ള പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയാലും നമുക്ക് ഡാൻസിങ്, ഇവർക്ക് എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൊടുക്കണം. കാരണം സ്കില്ലാണ് ഒരാളുടെ ആ ആളെന്തായി തീരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്, അവരുടെ സ്കില്ലാണ്. അപ്പം നമുക്ക് അവർക്ക് എന്തൊക്കെ സ്കില്ല് കൊടുക്കാൻ പറ്റുമോ. അവർക്ക് ടേസ്റ്റ് വേണം കേട്ടോ. നമ്മൾ വെറുതെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഇൻട്രസ്റ്റ് വേണം. അവർക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ആ സ്കില്ല് നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോൺവെർസേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോൺവെർസേഷനിൽ വീട്ടിൽ മിൽക്കുട്ടിയുടെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കേട്ടോ. അതായത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരാൻ പോകുന്നുണ്ട്. ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പുറത്തുനിന്ന് വരുത്തിക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് അവരത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്നെങ്കിൽ പോയി ഇപ്പൊ തന്നെ മേടിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവരോട് കൊണ്ടുവരാൻ പറയും അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്കും വരും അല്ലേ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് നേരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്തിട്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അതാ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നീ ഗെയിം കളിക്കുക, മൊബൈൽ കളിക്കുക, എന്തോ കളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അമ്മ അവിടെ നിന്ന് വരുന്നുണ്ട്. അമ്മ വന്നിട്ട് നിന്നോട് ചോദിക്കുകയാണ്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? What are you doing here? നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നീ പറയാണ്, I am playing the game on my mobile അല്ലേ. ഞാൻ എൻ്റെ മൊബൈലിൽ on my mother's mobile അല്ലേ. എൻ്റെ അമ്മയുടെ മൊബൈലാണ്. ആ അമ്മയുടെ മൊബൈലിൽ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അപ്പം അമ്മ നിന്നോട് ചോദിക്കും, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യണം. അമ്മ ചിലപ്പോ ചീത്തയും പറയാറുണ്ട്. എന്തായാലും ഇപ്പൊ ചീത്തയൊന്നും പറയുന്നില്ല, ഇപ്പൊ ഗസ്റ്റ് വരുന്ന ഒരു തിരക്കിലല്ലേ. നീ ഒരു കാര്യം ചെയ്യണം എന്നാ പറയണേ. അപ്പൊ you should do one thing. You should do one thing. നീ ഒരു കാര്യം ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഡാണ് പറയാ അല്ലേ. അപ്പൊ ഷുഡ് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് കൂട്ടിവിടാം അല്ലേ. അപ്പൊ യു ഷുഡ് ഡു വൺ തിങ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വൈകുന്നേരം കുറച്ച് ഗസ്റ്റ് വരും. വൈകുന്നേരം കിട്ടും. വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റ് വരും. അപ്പൊ ഈ കാര്യം രാവിലെയല്ലേ പറയുന്നത്? രാവിലെയല്ല, നമ്മളൊരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണിക്കൊക്കെയാണ് പ്ലാൻ ചെയ്തോ. അങ്ങനെയാണെന്ന് വിചാരിച്ചോ. കാരണം വൈകുന്നേരത്തേക്കാണ് നമുക്ക് ഒരു 4 മണി ആയിട്ടുണ്ട് സമയം. അപ്പൊ പറയാണ് നമുക്ക് വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ 5 മണിക്ക് ശേഷമാണ് വൈകുന്നേരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു 4 മണിയാണ് സമയം. അപ്പൊ ആ സമയത്ത് അമ്മ വന്നിട്ട് നിന്നോട് പറയാണ്, നമുക്ക് കുറച്ച് ഗസ്റ്റ് വരും
വൈകുന്നേരം, ഇന്ന്. ഓക്കെ. കേട്ടോ, ഇന്ന് വൈകുന്നേരം. മലയാളം പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് ഗസ്റ്റ് വരും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലേക്ക് സെന്റൻസ് ആക്കുമ്പോൾ ഗസ്റ്റ് വരും ഓക്കെ വൈകുന്നേരം ഇന്ന്, ആ ഓർഡറിൽ പറയണത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ മലയാളം ഇങ്ങനെയും പോവും, ഇംഗ്ലീഷ് ഇങ്ങനെയും. അതെ അതെ. അപ്പൊ കുറച്ച് ഗസ്റ്റ് വരും വൈകുന്നേരം. ഓക്കെ, സം ഗസ്റ്റ്. കുറച്ച് സം ഗസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫ്യൂ ഗസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ ഫ്യൂ ഗസ്റ്റ് ചേർത്തോ. സം ഗസ്റ്റ്. സം ഗസ്റ്റ് will come വൈകുന്നേരം. in the evening. Some guest will come in the evening. ഇന്ന്. അപ്പോ രാത്രിക്ക് നൈറ്റ്. ഓക്കെ, രാത്രിക്ക് നൈറ്റില് പറയാം. ഞാൻ മറ്റേ 4 മണിക്ക് ശേഷം നോക്കണ്ട, ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സം ഗസ്റ്റ് വിൽ കം ഇൻ ദ ഈവനിങ്, ഇന്ന്. ചുടൻ. അപ്പൊ അമ്മേനോട് നീ ചോദിക്കുകയാണ്, പിന്നെ അവരാരാണ്? ഹൂ ആർ ദേ അല്ലേ? അവരാരാണ് ചോദിക്കുമ്പോൾ ഹൂ ആർ ദേ. അത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ആരാണ് വരാൻ പോകുന്നത്? ആരാണ് വരാൻ പോകുന്നത്? ഹൂ ഈസ് ഗോയിങ് ടു കം. ആരോ വരാൻ പോകുന്നുണ്ടെന്നാണ് നമ്മളടുത്ത് പറഞ്ഞല്ലേ. അപ്പൊ അവരാരാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ആരാ വരാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഹൂ ഈസ് ഗോയിങ് ടു കം, ആരാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറയാണ്, അവർ എൻ്റെ കസിൻസ് ആണ്. They are my cousins. അല്ലേ? അവരെൻ്റെ കസിൻസ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. കുറച്ച് ആൾക്കാർ ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ എന്തോ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ ചോദിക്കുകയാണ്, ഓക്കെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? What should I do? അല്ലേ? വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത് നമുക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കുന്ന പോലെയാണ് വാട്ട് ഷുഡ് ഐ ഡു. അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഡു ഐ ഹാവ് ടു ഡു. വാട്ട് ഡു ഐ ഹാവ് ടു ഡു, അതായത് ഐ ഹാവ് ടു ഡു സംതിങ്. വാട്ട് ഡു ഐ ഹാവ് ടു ഡു, അതായത് ഹാവിൽ നിന്ന് നമ്മളൊരു ഡു പുറത്തെടുക്കും. ഓക്കെ, അപ്പൊ നീ അമ്മയുടെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലെ. അപ്പൊ അമ്മ പറയണത്, നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? നീ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം സെന്റൻസ് തന്നെ. നീ ഒരു കാര്യം ചെയ്യണം. You should do one thing. You should do one thing. നീ ഒരു കാര്യം ചെയ്യണം. നീ ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കണം. എന്നിട്ട് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യണം. 2 സെന്റൻസ് ആണ്. 2 സെന്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആൻഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പം നീ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യണം എന്ന് പറയണം. നീ വിളിക്കണം. You should call to the restaurant. And order the delicious food. And order some delicious food. കുറച്ച് നല്ല ഡെലീഷ്യസ് ഫുഡ് ഓർഡർ ചെയ്യണം എന്ന് പറയണം. അപ്പോൾ നീ പറയണ ഓക്കെ അമ്മ എഗ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്യാം. എഗ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഡൺ എന്നൊക്കെ പറയാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആ സെന്റൻസിൽ കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ നീ ഇപ്പോൾ ഗെയിം കളിച്ചോണ്ടിരിക്കല്ലേ? അപ്പോൾ ആ സമയത്ത് നീ ഫോൺ എടുത്തിട്ട് പറയണം, ഓക്കെ, എനിക്ക് നല്ല റെസ്റ്റോറൻറ്റ് അറിയില്ല, ഞാനൊന്ന് മൊബൈലിൽ സെർച്ച് ചെയ്യട്ടെ എന്ന് പറയണം. അപ്പോൾ ഈ പറയണം, ഞാൻ നല്ല മൊബൈൽ സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 സെന്റൻസ് പറയണം. ഞാനൊന്ന് മൊബൈലിൽ സെർച്ച് ചെയ്യട്ടെ. ചെയ്ത് നോക്കട്ടെ. മേ ഐ അവിടെ നമുക്ക് മേ ഐ വേണമെന്നില്ല. അത് നമുക്ക് ഒരാളോട് അനുവാദം ചോദിക്കുമ്പോഴാണ് മേ ഐ പറയാം. ഇത് ഇങ്ങനെ പറയാം, ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഇങ്ങനെ പറയാം. ഓക്കെ, ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ അതാണ് ഉപയോഗിക്കുക. മേ ഐ നമുക്ക് പെട്ടെന്ന് വരും. മേ ഐ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ അനുവാദം ചോദിക്കുമ്പോഴാണ് നമ്മൾ മേ ഐ കുറച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക. ഇവിടെ നമുക്ക് ലെറ്റ് മീ ചെക്ക് മതി. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടോ
എന്ന് പറയുമ്പോൾ ഓക്കെ ലെറ്റ് മീ ചെക്ക്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം പറയണം ഓക്കെ ഞാൻ ഗൂഗിളിൽ നമ്പർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Okay. I am searching the number. എവിടെയാ? ഓൺ ദ ഗൂഗിൾ. ഞാൻ നല്ല റെസ്റ്റോറൻറ്റിൻ്റെ നമ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ പറയണ എനിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ നമ്പർ കിട്ടി. കിട്ടിയല്ലേ? I get. കിട്ടി. Got. I got. Good restaurant number. I got the number of a famous restaurant. Famous. I got നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നമ്പർ എനിക്ക് കിട്ടി. I got the number of a famous restaurant എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ I got the restaurant's number. അങ്ങനെ പറയാം, തിരിച്ചും പറയാം കേട്ടോ. അപ്പം നമ്പർ കിട്ടിയിട്ട് ഈ പറയണം ഓക്കെ ഞാനെന്നാ ഈ നമ്പറിലൊന്ന് ഡയൽ ചെയ്യാൻ പോവാണ്. നമ്പർ ഡയൽ ചെയ്യൂലേ? ഓക്കെ. അപ്പോൾ ഞാൻ ചെക്കല്ല ഡയല്, നമ്മുടെ ഫോണിൽ ഡയൽ ചെയ്യണം. അപ്പൊ ഞാൻ ഈ നമ്പർ ഡയൽ ചെയ്യാൻ പോവുകയാണ്. അമ്മയോട് പറയാം I am going to dial this number അല്ലേ. ഞാൻ ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്യാൻ പോവാണ്. എന്നിട്ട് അങ്ങനെ ചെവിയിൽ വെച്ചു. നീ പറയാം ഓക്കെ ഇപ്പൊ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 8 തുടങ്ങാം. ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബെല്ല്. ഇറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് റിംഗിങ് രണ്ടും വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് റിംഗിങ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിംഗിങ് എന്നോ പറയാം. ഇപ്പൊ അത് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പൊ അമ്മ അപ്പുറത്ത് അങ്ങ് പോയി. ഇനി ഇത് ഫോൺ എടുത്തു, ഓപ്പോസിറ്റുള്ള ആള് ഫോൺ എടുത്തു. റെസ്റ്റോറൻറ്റിലുള്ള ആള് ഫോൺ എടുത്തു. അപ്പൊ ഫോൺ എടുത്തപ്പോൾ നീ ചോദിക്കുകയാണ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പേരിടാം റെസ്റ്റോറൻറ്റിന്. നമുക്കിപ്പോൾ എന്താ പേരിടുക? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റോ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പേര് ഒരു റെയ്ദാനോ അങ്ങനെ എന്തെങ്കിലും ഇടാം. ഓക്കെ. അപ്പൊ ചോദിക്കുകയാണ് ഇത് റെയ്ദാൻ റെസ്റ്റോറൻറ്റ് അല്ലേ എന്ന് ചോദിക്കണം. ഇത് റെയ്ദാൻ റെസ്റ്റോറൻറ്റ് അല്ലേ അല്ലെങ്കിൽ ആണോ? ഇത് റെയ്ദാൻ റെസ്റ്റോറൻറ്റ് ആണോ? Is this Raidan restaurant? Is this Raidan restaurant? ഇത് റെയ്ദാൻ റെസ്റ്റോറന്റ് ആണോ? Isn't this Raidan restaurant? അല്ലേന്ന് ചോദിക്കുമ്പോഴേക്കും അത് കഥ തിരിച്ചാവും. Isn't this ആവും അല്ലേ? Is it this Raidan restaurant? Isn't this Raidan restaurant? ഇങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കാം. ഇതാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈസിൽ ചോദിക്കും, അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈസിൻറ്റ് വെച്ച് ചോദിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവർ പറയും യെസ് ഇത് റെയ്ദാൻ റെസ്റ്റോറന്റ് ആണ്. ഓക്കേ യെസ് ദിസ് ഈസ് എ റെയ്ദാൻ റെസ്റ്റോറന്റ്. വേണ്ട അവിടെ ഇറ്റ്സ് അല്ലെങ്കിൽ ഒന്നുകിൽ ഇറ്റ്സ് റെയ്ദാൻ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ദിസ് ഈസ് റെയ്ദാൻ റെസ്റ്റോറന്റ്. നമ്മൾ ചോദിക്കുന്നത് ഈസ് ദിസ് റെയ്ദാൻ റെസ്റ്റോറന്റ്. സ്പീഡിൽ അങ്ങോട്ട് ദിസ് ഈസ് എല്ലാത്തിന്റെ കൂടെ ആയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ദിസ് ഈസ് എ സൺ എന്ന് പറയില്ല നമ്മൾ, കാരണം സൂര്യൻ ഒന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷെ നമ്മള് റെസ്റ്റോറന്റ് ചേർത്ത് ഇത് ഒരു റെയ്ദാൻ റെസ്റ്റോറന്റ് ആണോ എന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കൂല. ഇത് റെയ്ദാൻ റെസ്റ്റോറന്റ് ആണെന്ന് ചോദിക്കുള്ളൂ അല്ലേ. അപ്പൊ ഇപ്പൊ ചോദിക്കില്ല ഇതൊരു അച്ഛനാണോ എന്ന് നമ്മൾ ചോദിക്കുവോ? ഇല്ല. കാരണം അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ ഈ റെയ്ദാൻ റെസ്റ്റോറന്റ് കുറെ പേരിലല്ലേ നിൽക്കുന്നത്. അല്ല, റെയ്ദാൻ റെസ്റ്റോറന്റ് പല സ്ഥലങ്ങളിലും പല പേരൊന്നു തന്നെയാണ്, പക്ഷെ പല ലൊക്കേഷനിൽ ഇത് ഉണ്ടാവും. പക്ഷെ അവിടെ ആ ലൊക്കേഷനിൽ അതൊന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു ഇത് റെയ്ദാൻ റെസ്റ്റോറന്റ് ആണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ഏത് രീതിയിൽ ഇതിനെ ചോദിക്കാട്ടോ. അതൊക്കെ അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അയാൾ ചോദിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും ചില ആൾക്കാർ. ഓക്കെ ഇത് റെയ്ദാൻ റെസ്റ്റോറന്റ് ആണ്, നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാം. What would you order? What would you like to order? What would you like to order? നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം വാട്ട് ഡു യു വിഷ് ടു ഓർഡർ? വിഷ് ടു ഓർഡർ എന്ന് പറഞ്ഞാലും ഓർഡർ ചെയ്യാൻ എന്താണ് ആഗ്രഹിക്കുന്നതാണ്. വാട്ട് ഡു യു വിഷ് ടു ഓർഡർ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർഡർ, അല്ലെങ്കിൽ വാട്ട് ഡു യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ ആ വാട്ട് ഡു യു വാണ്ട് എന്ന് അത്ര ഒരു പൊളൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അയാൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർഡർ എന്നായിരിക്കും. ഓക്കെ. അപ്പോൾ നീ പറയാണ് ഓക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട്
എനിക്ക് കുറച്ച് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വേണം. വേണം. ഓക്കെ, അപ്പോ ഐ വാണ്ട് വേണമെന്നല്ലേ? അവിടെ നമുക്ക് വേണം എന്നുള്ള ഡയറക്റ്റ് ആയിട്ട് അയാളോട് പറയുന്നതിന് പകരം ഞാൻ കുറച്ച് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I wish to order some delicious food. I wish to order some delicious food. എന്ന് വെച്ചാല് ആഗ്രഹിക്കുക. വുഡിന് പകരം വിഷ് ടു. അപ്പൊ ഈ വിഷിന് 2 മീനിങ് ഉണ്ടല്ലോ, നമുക്ക് അറിയാലോ അല്ലെ? വിഷിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് നമ്മൾ ഒരാൾക്ക് ഒരു ആശംസ കൊടുക്കില്ലേ, അപ്പൊ നമ്മൾ എന്താണ് വിഷ പറയാ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഗ്രേറ്റ് വിഷസ് എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് പറയുന്നത് വിഷാണ്. ഐ വിഷ് ടു ഓർഡർ, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യാൻ ഇന്നെ ഡെലീഷ്യസ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ തീയോട് ചോദിക്കും, ഓക്കെ ഏത് തരത്തിലുള്ള എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ് വേണ്ടതെന്ന് ചോദിക്കാനായിട്ട് വാട്ട് കൈൻഡ് ഓഫ് ഐറ്റംസ് എന്ന് ചോദിച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് ഐറ്റംസ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യു വിഷ് ടു ഓർഡർ. വാട്ട് കൈൻഡ് ഓഫ് ഐറ്റംസ് ഡു യു വിഷ് ടു ഓർഡർ? ചോദ്യം വരുമ്പോൾ അവിടെ ഒരു ഡു ഇട്ട് കൊടുക്കണം കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് ഐറ്റംസ് ഡു യു വിഷ് ടു ഓർഡർ? ഏതൊക്കെ തരത്തിലുള്ള ഐറ്റംസുകളാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമുക്കിത് ഓർഡർ ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് അറിയണം അല്ലേ? അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് അറിയാനായിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ പേര് എന്തൊക്കെയാണെന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കാണ്. മെനു കാർഡ് ചോദിക്കുന്ന പോലെ എന്ന് ചോദിക്കാം. അപ്പോൾ മെനു കാർഡ് ഇപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ഫോണിലല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ പേരൊക്കെ ഒന്ന് എന്നോട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ പ്ലീസ് ടെൽ മീ. പ്ലീസ് ടെൽ മീ എന്നോ അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ എന്നോ വേണമെങ്കിൽ പറയാം. പ്ലീസ് ടെൽ മീ നിങ്ങളുടെ ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ്. പ്ലീസ് ടെൽ മീ യുവർ ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ് നെയിം അല്ലേ? പ്ലീസ് ടെൽ മീ ദ നെയിം ഓഫ് യുവർ ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ്. പേരാണ് ചോദിക്കുന്നത്. പ്ലീസ് ടെൽ മീ ദ നെയിം ഓഫ് യുവർ ഫുഡ് ഐറ്റംസ്. അപ്പോൾ അയാൾ പറയും ഓഫ് കോഴ്സ് ഞാൻ ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസിന്റെ പേര് വായിക്കാം. Okay. Of course, I will read the name of delicious food items. എന്നിട്ട് അയാൾ ഫുള്ള് വായിച്ചു തരാണ്. അവിടെയുള്ള മെനു കാർഡിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ് വായിച്ചു. ചിക്കൻ തന്തൂരി, അൽഫാം, അപ്പൊ നമ്മൾ അവര് ഫുള്ള് വായിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്യണം. അപ്പൊ ഈ പറയണ എനിക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്ന് പറയണം. സാധനങ്ങളൊക്കെ വേണം. അപ്പൊ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ പേര് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഐ വിഷ് ടു ഓർഡർ അതും പറയാം. അത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു. ഇനി നമുക്ക് ഇന്നൊക്കെ വേണം എന്ന് പറഞ്ഞാൽ മതി. ഇനി അപ്പൊ ഐ വാണ്ട് വെച്ചിട്ട് എല്ലാത്തിന്റെ എല്ലാം അങ്ങനെ പറയാം. ഐ വാണ്ട് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ മന്തി, കബാബ്, ചിക്കൻ മന്തി, അൽഫാം മന്തി ആണെങ്കിൽ അൽഫാം മന്തി, ചിക്കൻ മന്തി ആണെങ്കിൽ മീൻസ് അത് അൽഫാം അല്ലാത്ത മന്തി അല്ലേ? ഇങ്ങനെയുള്ള സകല സാധനങ്ങളും ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഇപ്പൊ നടക്കില്ല. അപ്പൊ നമ്മൾ എല്ലാ ഫുഡ് ഐറ്റംസിന്റെ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഏകദേശം ഒക്കെ എടുത്തുട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യണം? ബില്ല് അറിയണം. അപ്പൊ അവിടെ ചോദിക്കാണ് എത്രയാണ് ടോട്ടൽ ബില്ല് എന്ന് ചോദിക്കാം. How much is the total bill? എത്രയാണ് മൊത്തത്തിൽ ബില്ലായത്? അപ്പം അയാൾ പറയാം ഓൾമോസ്റ്റ് ഒരു 3000 റുപ്പീസ് ആയെന്ന് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ ബില്ല് 3000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ബില്ല് ഈസ് 3000. ടോട്ടൽ ബില്ല് ഈസ് 3000. അപ്പോൾ നീ ചോദിക്കുകയാണ് ഞാനിത് എങ്ങനെ പേ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് എങ്ങനെ പേ ചെയ്യാൻ പറ്റും? എങ്ങനെ പേ ചെയ്യാൻ പറ്റും ഉദ്ദേശിച്ചത് അവിടെ ഗൂഗിൾ പേ ഉണ്ടോ അതല്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല, ഈ ഒരു ചോദ്യം തന്നെ ചോദിക്കണം. എനിക്കിത് എങ്ങനെ പേ ചെയ്യാൻ കഴിയും, എങ്ങനെ കഴിയും എന്നിട്ട് തുടങ്ങണം. ഹൗ can I pay this amount? എനിക്ക് ബില്ല് അല്ലെങ്കിൽ ഈ എമൗണ്ട് എങ്ങനെ പേ ചെയ്യാൻ പറ്റും? അപ്പൊ അയാൾ പറയും ഇവിടെ ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്, ഇവിടെ ഞങ്ങൾക്കുണ്ട്.
ഞങ്ങൾക്കുണ്ട് ഗൂഗിൾ പേ we have Google Pay facility. We have Google Pay facility here. ഇവിടെ ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ സെൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഗൂഗിൾ പേ നമ്പർ സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ സെൻഡ് ചെയ്ത് തരാം. I will send you the Google Pay number. I will send you the Google Pay number. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഓക്കെ, എന്നാൽ ഞാൻ ഗൂഗിൾ പേ നമ്പറിലേക്ക് ക്യാഷ് പേ ചെയ്യാം. ഞാൻ പേ ചെയ്യാം. ക്യാഷ് പേ ചെയ്യാം. I will pay the cash on that number. അല്ലേ, ആ നമ്പറിലേക്ക് ഞങ്ങളല്ല, ആ നമ്പറിലേക്ക് ഞാൻ ഗൂഗിൾ പേ വഴി പൈസ പേ ചെയ്യാം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഡൗട്ട്, ഈ ഐറ്റം നമ്മൾ പോയി കൊണ്ടുവരണോ അതോ ഡെലിവറി ബോയ് കൊണ്ടുതരുമോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, അതല്ല നിങ്ങൾക്ക് ഈ ഡെലിവറി സൗകര്യമുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കാം? അപ്പോ ഞാൻ അങ്ങോട്ട് വരണമോ അതോ നിങ്ങൾ ഡെലിവറി ചെയ്യോ? ഫസ്റ്റ് പറയേണ്ടത് എങ്ങനെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ടോ? നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ടോ? ഉണ്ടോ, നിങ്ങൾക്കൊരു കാര്യം ഉണ്ടോ എന്നാ ചോദിക്കേണ്ടത്. Do you have delivery facility? Do you have delivery facility? അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ? Should I come there? ഞാൻ അങ്ങോട്ട് വരണോ? അപ്പോൾ ഇതിങ്ങനെ ചോദിക്കാട്ടോ. Do you have delivery facility or should I come there? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയണം നമ്മുടെ അടുത്ത്, ഓക്കെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഡെലിവർ ചെയ്ത് തരാം. we will deliver these items to you. നിങ്ങൾക്കത് അവിടെ ഡെലിവർ ചെയ്ത് തരാം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് താങ്ക്സ് പറയും. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഐ ആം വെയിറ്റിംഗ്. ഞാനത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെലിവറി ബോയ് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അയാൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ അല്ല, വീട്ടിൽ വരുന്നതിന് മുന്നേ നമ്മൾ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? അത് കുഴപ്പമില്ല, അയാൾ ഫോൺ നമ്പറിൽ വിളിച്ച് വന്നിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ച് നമുക്ക് സാധനം തന്നു. ഇത് വൈൻഡപ്പ് ചെയ്യണ്ടോ, കാരണം കുറേ ആയി, ഇത് ഇനി നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പരമ ബോറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കോൺവെർസേഷൻ. ഇതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു ബ്രേക്കിന് ശേഷം തുടങ്ങിയതായതുകൊണ്ട് മിലിക്കുട്ടിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വരണം. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി ഞാനും കുറെ വീഡിയോസ് കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു കോൺവെർസേഷൻ അതങ്ങനെ തന്നെ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ ചെറിയൊരു കണ്ടന്റ് മതി നമുക്ക്, അതിനകത്ത് നമുക്ക് എന്തും പറയാലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പൂർവാധികം ഇനി എല്ലാ ദിവസവും എന്നുവെച്ചാൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടാവും, മഴയില്ലെങ്കിൽ. അതെ, എല്ലാ ആഴ്ചകളിലും നമുക്ക് 2 വീഡിയോ വെച്ചിട്ടെങ്കിലും പോസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പറ്റുമെന്ന് അറിയില്ല ഗൈസ്, നോക്കട്ടെ, ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയണില്ല. ഇല്ല, അത് വേണം നിർബന്ധമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പക്ഷെ നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ ഈ വീഡിയോസ് തന്നെ കാണണം ഒരു നിർബന്ധമില്ല. ഇംഗ്ലീഷിൻ്റെ മാക്സിമം നല്ല നല്ല വീഡിയോസ് വേറെ അവൈലബിൾ ആയിരിക്കും. ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ കാണുക, നിങ്ങൾ പഠിക്കുക. നമ്മുടെ ചാനലിൽ നിന്നും കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കാണുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും bye.